ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. മാതാവിനും തിരുക്കുമാരനും ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തത്. 2020 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അവിടുന്ന് വിടുതൽ തന്നു. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾക്കൊരു ഭവനം പണിയാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2020 ഡിസംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 2021 സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് വീട് പണിയാൻ അതിൻ്റെ തറക്കല്ലിടാനൊക്കെയും ഇടയായി. ഈ തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. വീടിൻ്റെ പണിക്ക് തടസ്സങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഈ തടസ്സങ്ങളെയൊന്നും വകവെച്ചില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് രാവിലെയും വൈകിട്ടും ഞങ്ങൾ ദൈവമാതാവിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്ന ഈ ഉപ്പും മണലും ഞങ്ങളുടെ വീടിൻ്റെ 4 മൂലയിലും ഞങ്ങൾ കൊണ്ട് വിതറുമായിരുന്നു. എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ഭവനം പണിത് ഈ വരുന്ന ആഴ്ച ഞങ്ങൾ അതിൻ്റെ കീർപ്പാർക്കുകയാണ്. ആദ്യമായിട്ട് ഈശോയ്ക്ക് ദൈവകുമാരന് 1000 കോടാന കൂടി സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് വീണ്ടും ഗൾഫിലേക്ക് പോയായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ഇത് പുതുക്കും. ഈ എന്താണെന്നറിയത്തില്ല. ഇത് ഈ ഉടമ്പടി പുതുക്കുമ്പോഴെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാഞ്ഞടിക്കുകയാണ്. ജനുവരി 23 ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ജനുവരി 23 എൻ്റെ ഇളയ മോളുടെ പേര് സേറ എന്നാണ്. ഇളയ മോൾക്ക് പെട്ടെന്നൊരു പനി വന്നു. ഇവർക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ 1-2 വരുന്നത് കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അന്ന് അവിടെ ബ്ലഡും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് മോൾ ചോറും എല്ലാം കൊണ്ടുകഴിഞ്ഞ് കടന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ട്യൂഷന് പോകാൻ വേണ്ടി മോളെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തല നേരെ നിൽക്കത്തില്ല. തല ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവുകയാണ്. എന്തെന്നറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. മോളങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഒത്തിരി അങ്ങോട്ട് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ അന്നേരം മോളെ കൊണ്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് ESLയിലേക്ക് പോയി. ESLയിലേക്ക് നേരെ കാഷ്വാലിറ്റിയോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, മോൾ എന്തെങ്കിലും ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മോൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അങ്ങനെ ഗുളിയൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് കൊച്ചിൻ്റെ അന്നേരം അവരവിടെ കാഷ്വാലിറ്റി കൊണ്ടുപോയി ചെന്ന് അന്നേരം അവരൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൊച്ചിന് യാതൊരുവിധ മാറ്റവും ഇല്ല. കൊച്ചിനെ അന്നേരം ICUയിലേക്ക് കൊച്ചിനെ മാറ്റി. അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ജയപ്രകാശ് സൂപ്രണ്ടാണ് അവിടുത്തെ ഡോക്ടർ. പറഞ്ഞു, കൊച്ചിന് സീരിയസ് ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല കൊച്ച്, അതിലൊക്കെ അപ്പുറമായിട്ട് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിഷമിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു, ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ കാശുരൂപമൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേങ്കിൽ കൊച്ചിനെ ICUയിലേക്ക് മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ ICUവിനകത്ത് എനിക്കും എൻ്റെ വൈഫിന് മാത്രമേ ICUവിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മെസ്സേജ് യൂട്യൂബിനകത്ത് കേൾക്കുവാനിടയായി. ഈ കൊച്ചിൻ്റെ ഈ തലക്കീഴിൽ ഞങ്ങൾ മൊബൈൽ ഫോൺ വെച്ച് ഈ അച്ഛൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് കൊച്ചിങ്ങനെ കിടക്കുക. കൊച്ചിന് ബോധമൊന്നുമില്ല. കാശുരൂപം തലയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തെന്നറിയത്തില്ല. ഒരു വെളുക്കാറായപ്പോഴത്തേക്ക് കൊച്ച് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അപ്പം ഡോക്ടർമാർ അന്നേരം ചാടി എഴുന്നേറ്റ് വന്നു പറഞ്ഞു, അമ്മയെന്നും വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, കൊച്ചിന് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം
രാവിലെ കൊച്ചിൻ്റെ നട്ടെല്ല് കിഴിച്ച് അവർ വെള്ളമെടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതാനന്ദമയി ഹോസ്പിറ്റലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതിന് ടെസ്റ്റിന് വിട്ടു. പക്ഷേ അമൃതാനന്ദമയിൽ നിന്ന് വിട്ട റിസൾട്ടിന് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. നേരെ മെഡിക്കൽ കോളേജിന് വിട്ട റിസൾട്ടിനകത്ത് പോസിറ്റീവായിട്ടാണ് വന്നത്. അതൊരു മാരകമായ ഒരു അസുഖം, എൻസാഫൈലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അത് ബ്രെയിനകത്ത് അണുബാധ കയറിയ അങ്ങനെ കയറി അത് 1000 പേരിലാണ്ട് ഒരാൾക്കേണ്ടി വരുന്നൊരു അസുഖമാണ്. പക്ഷേ കൊച്ച് ജീവിച്ചിരിക്കുവാനെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്നാണെന്ന് അറിയത്തില്ല, ആ അസുഖമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടെന്ന് ഞങ്ങളിങ്ങനെ ദൈവത്തോട് മാതാവിനോട് നിരന്തരമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൊച്ചിന് പൂർണ്ണമായിട്ട് ദൈവം അങ്ങോട്ട് വിടിവിക്കാൻ തുടങ്ങി. അവർക്കിപ്പോൾ ഈ പെട്ടെന്ന് കൊച്ചിങ്ങനെ റിക്കവർ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു അത്ഭുതം, എന്തുകൊണ്ടാണ് കൊച്ച് പെട്ടെന്ന് ഇങ്ങനെ റിക്കവർ ആയത്, എന്തുകൊണ്ടാണെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും എൻ്റെ ചേട്ടത്തിയൊക്കെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ, അവരൊക്കെയും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തോന്നി എൻ്റെ കൊച്ചിനെ പൂർണ്ണമായിട്ട് ദൈവം വിടുവിച്ചു. 5 ദിവസം എൻ്റെ കൊച്ച് കാഷ്വാലിറ്റി കിടന്ന് എൻ്റെ കൊച്ച് വീണ്ടും പഴയതിലും അതിലും അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് എൻ്റെ ദൈവം തന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന തിരുക്കുമാരനും മാതാവിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒത്തിരി പ്രേക്ഷിത വേലകളൊക്കെ ഞങ്ങൾ ചെയ്ത് ഈ പത്രം ഞങ്ങൾക്ക് അനേകർക്ക് കൊടുക്കാൻ പറ്റി. എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അവരുടെ ഭാര്യമാരെ കുടുംബമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്കൊക്കെയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെയും നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെയും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ വൈഫ് ഇവിടുന്ന് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ദേഷ്യത്തിനൊക്കെയും ഒത്തിരി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒത്തിരി ചേഞ്ച് വന്നു. മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കാര്യങ്ങൾ നടക്കാനുണ്ട്. ദൈവമക്കളായ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ വചനം നമ്മെ എങ്ങനെയാണ് സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരിക. തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് പിന്നീട് നന്മയ്ക്കായിട്ട് എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യാനുഭവം ഇവിടെ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് രോഗസൗഖ്യം, ആ രോഗസൗഖ്യം എന്തായിരുന്നു അസുഖമെന്നും ഏതവസ്ഥയിലായിരുന്നു കുട്ടി, ഡോക്ടേഴ്സ് യാതൊരു പ്രതീക്ഷയും പറയാത്ത ഒരവസരത്തിൽ എങ്ങനെയാണ് കുഞ്ഞിന് പിന്നീട് ഉടമ്പടി ധ്യാനം മാതാപിതാക്കളാണ് കൂടുന്നത്. അത് കുഞ്ഞിൻ്റെ അടുത്ത് റൂമിൽ തന്നെ വെച്ച് അവർ ഉടമ്പടി ധ്യാനം കൂടുന്നു, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് പിന്നീട് ഒരു റിക്കവറിയിലേക്ക് വരികയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ പിന്നീട് കൊടുത്ത് ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പോഴാ അണുബാധ ഈ കുഞ്ഞിനെ നിശേഷം ബാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുകയാണ്. തങ്ങൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഉടമ്പടി എങ്ങനെയാണ് ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ, പരോപകാര പ്രവർത്തികൾ ചെയ്യുവാൻ വ്യക്തികളെ സന്നദ്ധരാക്കുന്നത്, അതെല്ലാം സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് സാൻഡോസ് അണ്ണി. ഞാൻ കോട്ടയം ജില്ലയിൽ നീലൂരിൽ നിന്ന് വരുന്നു. 2023 ജനുവരി 17-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് മാതാവിലൂടെ കിട്ടിയ ആദ്യ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് നട്ടലിന് ഒരു ചെറിയ മുഴ പോലെ വന്നായിരുന്നു.
അപ്പം ഓരോ മാസം പോകുന്തോറും ആ മുഴ വലിപ്പം കൂടിക്കൂടി വന്നിരുന്നു. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് നോക്കിയ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നട്ടെല്ല് ഒരു എല്ലിന് വളർച്ച കൂടി വരുന്നതാണ്. ഇപ്പോൾ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പം നമുക്ക് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടി തൈലം വൈകിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നട്ടെല്ലിൽ പുരട്ടുമായിരുന്നു. 7 ദിവസം പുരട്ടി. 8ാമത്തെ ദിവസം ആയപ്പോൾ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ വീട് പണിയുമായിരുന്നു. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകൾ ഒരുപാട് കയറി വന്നിരുന്നു. അപ്പോൾ ഒരു 3 വർഷത്തോളം പലിശ മാത്രം കൊടുത്ത് 1 രൂപ പോലും മുതലടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാതാവിൻ്റെ ഉപ്പ് അവിടെ വീടിൽ ഇടുകയും എത്രയും വേഗം ആ വീട് കച്ചവടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീട് കച്ചവടമാകുകയും ആ കച്ചവടം ആയത് വഴി കടബാധ്യതകൾ നീക്കാൻ പറ്റുകയും വേറൊരു വീട് വാങ്ങിക്കാൻ പറ്റുകയും ഇപ്പോൾ കടബാധ്യതകൾ മാറി വേറൊരു വീട് മാതാവ് തരികയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പം ലോറി ഓടിക്കുന്ന ഒരാളാണ്. ലോഡുമായിട്ട് നല്ലൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലോറി കയറ്റം കയറിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കയറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ ലോറിയുടെ ആക്സിലൊടിഞ്ഞ് വണ്ടി ബാക്കിലോട്ട് ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ട് വണ്ടി ഒട്ടും അനങ്ങാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതുവഴി ഒരപകടവും കൂടാതെ ആ നല്ല കയറ്റത്തിൽ ലോറി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ആൾക്കാരെല്ലാം അന്തിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ആക്സിൽ ലോഡ് കൊണ്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കയറ്റത്തിൽ നിൽക്കത്തില്ല. അപ്പം അതുപോലെ ആ മരണകരമായ ഒരു അപകടത്തിൽ നിന്ന് മാതാവ് അതിശക്തമായി രക്ഷിച്ചു. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. മാതാവിൻ്റെ കാശുരൂപം വഴി മാതാവിനെ രക്ഷിച്ചാണ്. അതുപോലെ തന്നെ കോലഞ്ചേരിൽ തലയ്ക്ക് ഒരു അമ്മച്ചിയുടെ തലയുടെ ഞരമ്പ് ബ്ലോക്കായിട്ട് തളർന്നു പോയിട്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ പോവുകയും അവിടെ ചെന്ന മാതാവിൻ്റെ തൈലം പുരട്ടിയത് വഴി അമ്മച്ചിക്ക് സൗഖ്യമാവുകയും അമ്മച്ചി ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ തളർന്നു കിടന്ന അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റി. മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടുന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ കൂടുതലായി ദൈവികമായിട്ട് അടുക്കാനും എന്നും തന്നെ ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കുകൊള്ളുവാനും കൂടുതൽ ആത്മീയതയിൽ വളരുവാനും അമ്മ വഴി കൂടുതൽ തിരുക്കുമാരനോട് ചേരുവാൻ എനിക്ക് സാധിച്ചു. ഈശോയും തിരുക്കുമാരനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് നേരത്തെ കൂടെ നിന്ന് കുഞ്ഞിൻ്റെ കാര്യമാണ്, ലഭിച്ച സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ കുടുംബം എന്നിവിടെ വന്നതും. അത് പ്രാർത്ഥനയിൽ ലഭിച്ച സൗഖ്യമാണെന്നാണ് ഈ ഒരു സാക്ഷ്യം അവകാശപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് ആ കുഞ്ഞുമായിട്ട് ഈ അപ്പനും അമ്മയും ഇവിടെ എത്തി സാക്ഷ്യപ്പെടുത്തുമ്പം ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിൽ വന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന പ്രാർത്ഥനയെ എടുത്തുയർത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു സംരക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യം ഈ ഒരു സംരക്ഷണമാണ്. അത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുക മാത്രമല്ല, അതവർക്ക് അനുഭവവേദ്യമാകുന്നത് എല്ലാ സാക്ഷ്യങ്ങളും വന്നപ്പം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറയുന്നതെങ്കിലും ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ രക്ഷിച്ചു എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നമ്മുടെ മുൻപിൽ അത് സാക്ഷ്യം. അതൊരു വ്യക്തി അനുഭവമാണ്. ഒപ്പം വ്യക്തമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട്. മൂന്നാമത്തേത് ഇദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നൊരു സാക്ഷ്യവുമുണ്ട്. അപ്പോൾ ഇതെല്ലാ സാക്ഷ്യത്തിലും എപ്പോഴും ഇത് ആവർത്തിക്കുന്നു. ഒന്ന് വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിക്കുന്നത്, രണ്ടാമത്തേത് ഒരു സംരക്ഷണം ലഭിക്കുന്നത്, മൂന്നാമത്തേത് ഈ പറയുന്ന ഉടമ്പടിയെടുത്ത വ്യക്തി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടൊരു അനുഭവം. ഒരുപക്ഷെ ചിലർ
മറ്റു സാക്ഷ്യങ്ങൾ ആ പറയുന്ന വ്യക്തിയെയും കൂടി ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്ന രീതികളുണ്ട്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഈ ഒരു തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെയും കുടുംബത്തിൽ ഇതുപോലെ വ്യക്തിപരമായിട്ട് ദൈവം നൽകിയ അനുഭവത്തിനും പരിശുദ്ധ അമ്മയിൽ ലഭിച്ച സംരക്ഷണത്തിനും ഏറെ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.